പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ XOR ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവർക്ക് അവരുടെ പ്രവർത്തികൾ മൂലം നേടിയെടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാകും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ പ്രവൃത്തികൾ മൂലം നേടിയെടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പോൾ പ്രവൃത്തികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ പ്രവൃത്തികൾ ചിലപ്പോൾ ഒരു ഓർഡിനറി ആയിട്ടുള്ള പ്രവൃത്തികളായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രവൃത്തികളാകാം, അല്ലെങ്കിൽ സ്കിൽഫുള്ളായിട്ടുള്ള പ്രവൃത്തികളാകാം. അങ്ങനെയുള്ള സ്കില്ല് ചിലപ്പോൾ നമുക്കുണ്ടാകത്തില്ല, നൈപുണ്യം. അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കലിബറ് നമുക്കുണ്ടാകത്തില്ല. ഈ നമുക്കുണ്ടാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഓർത്താണ് മനുഷ്യൻ പലപ്പോഴും നിരാശപ്പെടുന്നത്. അവരെ പോലെ ആ കഴിവ് നമുക്കില്ലല്ലോ. ചിലപ്പോൾ ആരോഗ്യമാകാം, ചിലപ്പോൾ സൗന്ദര്യമാകാം, ചിലപ്പോഴത് ധനമാകാം, ചിലപ്പോഴത് പാരമ്പര്യമായിട്ടുള്ള ചില മഹിമകളാകാം. ഇത് ചിലപ്പോൾ അത് നമുക്കുണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികളിൽ അതിൻ്റെ ഒരു പുഷിങ് ഉണ്ടാകത്തില്ല. കാര്യം അപ്പോൾ ഈ ഉണ്ടാകാത്തവരെന്ത് ചെയ്യും? ഈ ഭൂമി ജീവിക്കണ്ടേ? അതാണ് സുവിശേഷം പറയുന്നത്. ഇന്ന് ഇങ്ങനെ ഒരു കാര്യം നേടിയെടുക്കണതിന് എന്തായാലും ഇപ്പം ജോലി, വീട്, വിവാഹം, അല്ലെങ്കിൽ ഉന്നതമായ മാർക്ക്, അല്ലെങ്കിൽ നിലവാരം, അത് നേടിയെടുക്കണത് ഒരു പക്ഷേ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്, അങ്ങനെ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അരൂപിയുണ്ട്. അങ്ങനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ജോലി, വീട്, വിവാഹം, സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു അരൂപിയുണ്ട്. അത് പലപ്പോഴും മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ അഹങ്കാരമായിരിക്കും. അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാളും നമ്മൾ മെച്ചമാകണമെന്നുള്ള നമ്മുടെ ആന്തരിക ആഗ്രഹമാണ് അഹങ്കാരമായിട്ട് വരേണ്ടത്. അത് തെറ്റാണെന്നല്ല, അതൊരു മാനുഷിക അരൂപിയാണ്. ഒരു പക്ഷേ അതിനൊരു ഡീമെറിറ്റ് ഉള്ളത്, ഈ മാനുഷിക അരൂപി മത്സരത്തിൽ പങ്കെടുത്ത് മറ്റുള്ളവനെ അടിച്ച് താഴെയിട്ട് നമ്മൾ ഉയർന്ന് വരണമെന്നുള്ള ആഗ്രഹമില്ലേ, അതൊരു മാനുഷിക അരൂപിയാണ്. ഇപ്പോൾ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ആ മാനുഷിക അരൂപി നമുക്ക് പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല. കാര്യം അവർ ലോകത്തിൻ്റെ ആൾക്കാരാണ്. അവർ ദൈവത്തെ ആഗ്രഹിക്കുകയോ ദൈവത്തിൻ്റെ കൂടെയുള്ള നിത്യമായ ഒരു ജീവിതം അപേക്ഷിക്കുകയോ ഒന്നും ചെയ്യുകയോ അവർക്കറിയാനോ പാടില്ല. അതുകൊണ്ട് ദൈവത്തെ അറിയാത്തവരെ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന അത്തരം വികാരങ്ങളെ സുവിശേഷം അധമ വികാരമെന്നാണ് പറയുന്നത്. എന്താണ് അധമ വികാരം? അധമ വികാരം എന്ന് പറയുന്നത്, ഇപ്പോൾ അഹങ്കാരം ചിലപ്പോൾ അധമ വികാരമായിട്ട് പ്രവർത്തിക്കാം. അഹങ്കാരം എന്തുകൊണ്ടാണ് അധമ വികാരമായി പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ജോലി നേടിയെടുക്കാൻ
പ്രാർത്ഥിക്കാത്തവർക്ക് ജോലി കിട്ടണില്ലേ? എന്തുമാത്രം ആൾക്കാർക്ക് പ്രാർത്ഥിക്കാതെ വിവാഹം നടക്കണില്ലേ? എന്തുമാത്രം ആൾക്കാർക്ക് അവർ അതിനു വേണ്ടി വിവാഹം ഒത്തുവരാൻ വേണ്ടി അവരെന്തെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കാം, ആ വഴികളിലൂടെ കുറുക്ക് വഴികളായാലും നല്ല വഴികളായാലും സഞ്ചരിച്ച് ചതിച്ചും ഇപ്പം ജോലി ഉണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിച്ചിട്ട് അവസാനം ഡൈവേഴ്സായി പോകുന്നതൊക്കെ ഈ ടൈപ്പ് കാര്യങ്ങളാണ്. ദൈവത്തെ മാറ്റി നിർത്തിക്കണവർ. അതുകൊണ്ടാണ് ഈ റോമാലേഖനത്തിൽ 1:29 ഈ മനുഷ്യൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെയാണ് പറയണത്. അതായത് ഒരു വികാരം എങ്ങനെയാണ് അധമ വികാരമായി മാറണത്. എല്ലാ വികാരങ്ങളും അധമ വികാരമല്ല. എല്ലാ വികാരവും മനുഷ്യനുണ്ടാകുന്ന വികാരവും അധമ വികാരമല്ല. ഇപ്പം നിങ്ങളിൽ തന്നെ യോഗ്യരെ കണ്ടെത്താൻ മത്സരം ഉണ്ടാകേണ്ടതാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയണത്. ആ മത്സരം അവിടെ അധമ വികാരമല്ല. നിങ്ങൾ തന്നെ യോഗ്യരെ കണ്ടെത്താൻ മത്സരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ മത്സരം അധമ വികാരമല്ല, സ്വാഭാവികമായിട്ടുള്ള വികാരമാണ്. പക്ഷേ ഇത് വേണമെങ്കിൽ അധമ വികാരമായി മാറാം. എപ്പോഴാണത്? റോമ 1:29 വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണ്? ആ മേഖലയിൽ ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി തോന്നും. അവിടെ ദൈവത്തെ കക്ഷി ചേർക്കുന്നത് അതാണ് റോമ 1:29 പറയണത്. അതായത് ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി തോന്നിയതിനാൽ അവരെ അധമ വികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവിടുത്തെ പ്രശ്നം ആ വികാരം എന്തുകൊണ്ടാണ്? ആ മത്സരം. ഇപ്പോൾ പൗലോസ് എന്താ പറയണത്? നിങ്ങൾ യോഗ്യരെ കണ്ടെത്താൻ മത്സരങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ മത്സരം അധമ വികാരമാകാത്തത് എപ്പോഴാണ്? അതിൽ ആ ഒരു വിഷയത്തിൽ ദൈവത്തെ കൂടി നീ കക്ഷി ചേർക്കുന്നുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെ ഭാഗമല്ലാതെ വരും. അതെന്ത് അഹങ്കാരത്തിൻ്റെ ഭാഗമല്ലാതെ വരും? അപ്പം ദൈവമാണ് പ്രധാനപ്പെട്ട വിഷയം. എന്ത് വിഷയമുണ്ടെങ്കിലും വിശ്വാസിയാണെങ്കിൽ നീ തിരിഞ്ഞാലും മറിഞ്ഞാലും ദൈവത്തെ ആ മേഖലയിൽ ഞാൻ പ്രധാന റഫറൻസായി കാണുന്നുണ്ടോ? കാര്യം ഈ വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാരെല്ലാം പകുതിയോളം ആൾക്കാർ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവിശ്വാസികളാണ്. വിശ്വാസികളെന്ന് പറയുന്നു, പക്ഷേ പ്രായോഗിക ലെവൽ വരുമ്പോൾ അവർ അവിശ്വാസികളാവും. എന്താ കാര്യം? പ്രവൃത്തികളിൽ അവർ ദൈവത്തെ കക്ഷി ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടുകാർ തമ്മിൽ മത്സരമുണ്ട്. സ്കൂളിലും ഉണ്ടാകും, കോളേജിലും ഉണ്ടാകും. പക്ഷെ നമ്മളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ കോപ്പി അടിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ മത്സരത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുന്നില്ല. അതാ പ്രശ്നം. അവരിൽ വിശ്വാസിയാകാം, പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ടൊക്കെ വന്നാണ് ഈ പരീക്ഷ എഴുതുന്നത്. പക്ഷേ കോപ്പി അടിക്കുകയാണ് നമ്മൾ ചെയ്യണത്. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വേണമെങ്കിൽ ഉപവസിച്ചിട്ട് വന്ന് പരീക്ഷ എഴുതാൻ നിനക്ക്. അപ്പോൾ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് നീ കോപ്പി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉയരണമെന്നുള്ള ആഗ്രഹം അഹങ്കാരമായിട്ട് മാറുകയും റോമ 1:29 അനുസരിച്ച് ദൈവത്തെ അംഗീകരിക്കാത്ത കാരണം ആ കോപ്പിയടി അധമ വികാരങ്ങളായി മാറും. ഈ അധമ വികാരം വന്നു പോയാൽ പിന്നെ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് എന്നുള്ള സംഭവം അവിടെ വെച്ച് സ്റ്റോപ്പാവും. കാര്യം എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിക്കുന്നയാളാണ് വിശ്വാസി. എല്ലാത്തിലും പരിശുദ്ധാത്മാവിന് ഞാൻ അച്ഛനിങ്ങനെ പറയാൻ കാര്യം, ഞാൻ 10,000-കണക്കിന് മനുഷ്യരെ കണ്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം വലിയ നല്ല ഭക്തിയുള്ളവരും പ്രാർത്ഥനയുള്ളവരുമാണെങ്കിൽ പക്ഷെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല. ഇത് അതായത് ഒരു 100-90% വിശ്വാസികളും പ്രവൃത്തിയിൽ ദൈവത്തെ അംഗീകരിക്കുന്ന ആൾക്കാർ അല്ല. കാര്യം പ്രവൃത്തിയിൽ അവരുടെ മാനുഷികമായ അരൂപിയോ അല്ലെങ്കിൽ പൈശാചികമായ പ്രേരണകളോ ആണ് പ്രവൃത്തിയിൽ അംഗീകരിക്കുന്നത്.
ഇപ്പം കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചതിന് ശേഷം കല്യാണ ക്ലാസ്സും കൂടി കല്യാണത്തിൻ്റെ ഒരുക്കധാനം കൂടിയതിന് ശേഷമാണ് കഴുത്തെ മുക്ക് കൊണ്ടുപോയിട്ടുണ്ട് കല്യാണം കഴിച്ച് പോണ ആൾക്കാർ ഉള്ളത്. പറ്റിക്കില്ല. ഈ പണികളെല്ലാം കാണിച്ചതിന് ശേഷമാണ് മുക്ക് പണ്ട കഴുത്തെ കുട്ടിത്തൊക്കെ ചെറുക്കനെ പറ്റിച്ചുകൊണ്ട് അവസാനം ഡൈവേഴ്സിലേക്ക് പോണത്. എല്ലാ ആധ്യാത്മിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പാലിച്ചതിന് ശേഷമാണ് ഈ പണി മനുഷ്യൻ അപ്പോൾ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ വിശ്വാസ ജീവിതവും അവിടെ പ്രവൃത്തികളും തമ്മിൽ ഒരിക്കലും യോജിക്കണില്ല. അത് അവരുടെ രീതിയിൽ പ്രവർത്തി. അപ്പം പിന്നെ എന്തിനാ പ്രാർത്ഥന? എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തരികിട പരിപാടിയായിട്ട് പ്രാർത്ഥന റെഡ്യൂസ് ചെയ്യും. ഇത് വരുത്തി വെക്കുന്ന ദുരന്തം നിത്യത വരെ അങ്ങ് നിലനിൽക്കുന്ന ദുരന്തമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നല്ലവനായ ഈശോയെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങളും അനുനയിക്കലും ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിമനോഹരമായൊരു വചനം എഫേസ്യസ് ലേഖനത്തിലുണ്ട്. അച്ഛൻ ഈ പറഞ്ഞതിന് ശേഷം അതിന് ഉപോത്ബലമായി ഒരു അതിമനോഹരമായ വചനം. എന്താണ്? അത് നിങ്ങൾ നേടിയെടുത്തതല്ല. അപ്പം നമ്മൾ നേടുന്നതിൽ പകുതി മാത്രമേ നമ്മളുടെ പരിശ്രമ ഫലമായി ഉള്ളൂ. ശ്രദ്ധിക്കണം, നമുക്ക് നേടാനുള്ളതിൻ്റെ പകുതി നമ്മുടെ പരിശ്രമ ഫലമല്ല. നിങ്ങൾക്ക് എന്ത് നേടാനായാലും, ഇപ്പോൾ സ്ഥലം വാങ്ങിക്കാനായാലും, ഒരു വലിയ ഉദ്യോഗം നേടാനായാലും, നമുക്ക് നേടാനുള്ളതിൻ്റെ പകുതി നമ്മളുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയ കാര്യമല്ല. അതാണ് എഫേസ്യൻസ് 2:9. അതായത് 2:8 മുതലുണ്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. പിന്നെ എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ്? നമ്മൾ നേടിയെടുത്തതല്ല. പണം കൊണ്ടോ, പ്രതാപം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, സൗന്ദര്യം കൊണ്ടോ, ആരോഗ്യം കൊണ്ടോ, നമ്മളുടെ യോഗ്യത കൊണ്ടോ നേടിയെടുത്തതല്ല. അപ്പോൾ നമ്മൾ യോഗ്യത കൊണ്ട് നേടിയെടുക്കാത്ത കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ നേടുന്നുണ്ട്. അതാണ് എഫേസ്യസ് 2:8 ബി പോയിൻ്റ്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. പിന്നെന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം ദൈവത്തിൻ്റെ ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തിലെ ഭൗതികമായ കാര്യങ്ങൾ പോലും ഉള്ളത്. അപ്പം ദൈവത്തിൻ്റെ ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭൗതികമായ കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ദാനമുണ്ടെങ്കിൽ അപ്പോൾ തന്നെയൊക്കെ മനസ്സിലാക്കാം അത് നമ്മുടെ യോഗ്യതയല്ലെന്ന്.
നമ്മുടെ യോഗ്യത. ഇപ്പോൾ ഒരു വിഷയത്തിന് നമ്മൾക്കൊരു നിസ്സഹായത വന്നാൽ, യോഗ്യത നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പതറേണ്ട കാര്യമില്ല. ദിസ് ഈസ് മൈ പർട്ടിക്കുലർ പോയിൻറ്റ്. ഇത് പറയാനാണ് ഞാൻ ഇത്രയും വളച്ചുകെട്ടി വന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങളുടെ യോഗ്യത നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പതറേണ്ട കാര്യമില്ല. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ നമുക്ക് 240 പേരെ വേണം ഗവൺമെൻറ്റിന്. നിങ്ങളുടെ റാങ്ക് നമ്പർ 390 അപ്പോൾ നിങ്ങളുടെ യോഗ്യത പോയി, നിങ്ങൾ ഔട്ടായി. പക്ഷേ കർത്താവിന് ഈ ഒരു ജോലി മാത്രമല്ല. ഇനി കൃപാസനത്തിൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര വിറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ആ ജോലി പ്രവേശിക്കണമെങ്കിൽ, ദൈവത്തിന് വേണമെങ്കിൽ നിൻ്റെ യോഗ്യത നഷ്ടപ്പെടുത്തിയ ആളെ അവിടുന്ന് എടുത്തിട്ട് അവൾക്കോ അവനെയോ അതിനേക്കാൾ യോഗ്യതയുള്ള സ്ഥലത്തേക്ക് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് നിന്നെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ എത്ര സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ കേട്ടത് ഈ കാലത്തറയിൽ. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാര്യം ഞാൻ ചിന്തിക്കാത്ത ഒരു മേഖലയാണ്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു സങ്കല്പത്തിൽ നിന്നുള്ള സംസാരമല്ല, മറിച്ച് അനുഭവത്തിലൂടെ, ആയിരങ്ങളുടെ അനുഭവത്തിലൂടെ ഞാൻ വിവേചിച്ച് മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ പ്രവർത്തന രീതികളാണ്, ദൈവത്തിൻ്റെ പ്രവർത്തികളെന്നാണ് പറയണത്. ഇപ്പം നമ്മൾ അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അഹങ്കരിക്കേണ്ടതില്ല. അപ്പം അത് Ephesians 2:9 അത് ആഴ പ്രവൃത്തിയാണ്. അതായത് നമ്മുടെ പ്രവർത്തികളുടെ ഫലമല്ലെന്ന്. അപ്പോൾ നമ്മളുടെ പ്രവർത്തികളുടെ ഫലം നമ്മുടെ യോഗ്യതയുടെയും കപ്പാസിറ്റിയുടെ ഫലമാണ്. അതിൻ്റെ അപ്പുറത്തും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ വഴികളുണ്ട്, കാരുണ്യത്തിൻ്റെ. അത് താഴേക്ക് വരുമ്പോൾ നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതായത് Ephesians 2:10. അപ്പോൾ ആ ഒരു പ്രത്യേക സംഭവം, അല്ലെങ്കിൽ ആ ഒരു ജീവിത പങ്കാളി, അല്ലെങ്കിൽ ഇപ്പം നിനക്ക് ലഭിക്കാൻ പോകുന്ന, ഇപ്പം ചില കുഞ്ഞുങ്ങൾ ചില സമയത്ത് അത് ഗർഭത്തിൽ വെച്ച് തന്നെ അബോട്ടായി പോകും. അത് നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. അടുത്ത കുഞ്ഞായിരിക്കും ചിലപ്പോൾ നിനക്ക് ദൈവം തന്നിരിക്കണം, മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണമായിരിക്കും. അത് ആദ്യത്തെ കുഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതി കാണത്തില്ല. അപ്പോൾ നീ കന്നേക്കാളെ കരഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നീ പ്രഗ്നൻ്റ് ആയിരുന്നു, ആ ഒരു കുഞ്ഞ് മരിച്ചുപോയി. അയ്യോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കൊന്തയും ചൊല്ലി കിടന്നിട്ടും അവസാനം വയറെ കുറിച്ചിട്ടും കുഞ്ഞ് മരിച്ചു പോയില്ല എന്ന് ഓർത്തണ്ടേ? അങ്ങനെ നീ ഓർക്കേണ്ട കാര്യമില്ല. ആ കുഞ്ഞ് മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തി ചിലപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത കുഞ്ഞിനെ കർത്താവ് തരും. വേറെ കാര്യമൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻസും ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. ഇതാണ് Ephesians 2:18 പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പലപ്പോഴും അങ്ങയുടെ പ്രവൃത്തികളുടെ വിധമറിയാതെ, തിരുമനസ് മനസ്സിലാക്കാതെ അപ്പോഴപ്പോഴുള്ള പരാജയങ്ങളിലെ ഞാൻ പതറിപ്പോയിട്ടുണ്ട്. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിച്ച് ദൈവ വഴികളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അന്തരംഗത്തെ സന്തോഷിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ കൊച്ചുദാഹരണം പറയാം. അതായത് എൻ്റെ പെങ്ങൾക്ക്, എനിക്കൊരു പെങ്ങളാണുള്ളത്, ഒരു പെങ്ങൾ കന്യാസ്ത്രീയാണ്. അപ്പോൾ ഇളയ പെങ്ങൾക്ക് ഒരു കല്യാണം കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ടും 3 or 2 കൊല്ലമായിട്ടും കുട്ടികളില്ല.
അപ്പം ഞാനത് അമ്മയോട് പറഞ്ഞു, അമ്മയെ എല്ലാവരും വന്ന് കൃപാസനത്തിൽ പ്രാർത്ഥിച്ച് അവർക്കൊക്കെ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ ചോദിക്കത്തില്ലേ, ഇത് അച്ഛൻ്റെ പെങ്ങൾക്ക് എന്താ കൊച്ചില്ലാത്തത് എന്ന് ചോദിക്കത്തില്ലേ. അപ്പം അത് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഞാനിത് മനുഷ്യൻ്റെ ഈ വിഷയം അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ഉടനെ 2 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി. ഇനി രസം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ആരുമില്ല. കാര്യം എൻ്റെ ചേട്ടായി മരിച്ചുപോയി, അപ്പം മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിലും അച്ഛനാണെങ്കിലും ഞാൻ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പെങ്ങളുടെ കാര്യത്തൊക്കെ പോവുക അന്വേഷിക്കുക ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ചെയ്യണില്ല, അവർ തന്നെ ഇപ്പോൾ എല്ലാ ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല മനുഷ്യരായതുകൊണ്ട് അവരിതൊക്കെ ആ കാര്യങ്ങൾ ചെയ്തായിരുന്നു നല്ലവണ്ണം. എങ്കിലും പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോഴോ പ്രസവിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ച് കുട്ടിയെ പ്രസവിച്ചെങ്കിലും ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുട്ടിക്ക് നീര് വന്ന് കയറി കൊച്ചു വല്ലാണ്ട രീതിയിലായി. ഒരുതരം മഞ്ഞ നിറമായി നീരമായി ഇരിക്കും. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുട്ടിക്ക് മലദ്വാരമില്ല. അത് വലിയൊരു ട്രാജഡിയായി. കിട്ടിയ കൊച്ചല്ലേ, അപ്പോൾ കുട്ടിക്ക് മലദ്വാരം ഇല്ല. അതുകൊണ്ടാണ് ഈ പാല് കുടിക്കണതെല്ലാം ഇങ്ങനെ പുറത്ത് പോകാതെ ഇങ്ങനെ തങ്ങി കൊച്ച് വെറുതെ വിറുത്ത് ഇരിക്കും. പിന്നെ എമർജൻസി ആയിട്ട് ഞാനന്ന് തൈക്കപ്പള്ളി താമസിക്കുക, പള്ളി ജോലി ചെയ്യാണ്. രാത്രി 2 മണിക്ക് എന്നെ വിളിപ്പിച്ച് ഞാൻ വണ്ടി എടുത്ത് മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഞാൻ കൊച്ചിങ്ങനെ മരിക്കാൻ പോകേണ്ട കണ്ടീഷനായി. അപ്പോൾ ഞാൻ ഓടി രാത്രി മെഡിക്കൽ കോളേജ് ചെന്നു. മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴുണ്ട് ഞാൻ കാണുന്ന കാഴ്ച, ഡോക്ടർ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടണം. അന്ന് മുതലായിരിക്കും ഡോക്ടർമാരെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം വന്നത്. അതായത് ഞാനിവിടുത്തെ ഗവൺമെൻറ് ഡോക്ടർമാരൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് പ്രാക്ടീസ് ഉള്ളത് കാരണം അവർ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ആൾക്കാർ അവർ വേണ്ട വിധം നോക്കത്തില്ല. നമ്മൾ പ്രൈവറ്റ് പ്രാക്ടീസിൽ അനുസരിച്ച് വീട്ടിൽ ചെന്ന് കാണുന്ന രോഗികളെയാണ് അവർ ആശുപത്രിയിൽ നോക്കണം എന്നുള്ള ധാരണയാണ് ആൾക്കാർ പറഞ്ഞ ധാരണയാണ്. ഞാൻ പിന്നെ എപ്പോഴും മെഡിക്കൽ കോളേജിലൊക്കെ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും പോകുന്നത് കാരണം അവിടുത്തെ സിറ്റുവേഷനും ആൾക്കാരുടെ ആവലാതിയെ കൊണ്ട് എനിക്കും അറിയാം അതിൻ്റെ പകുതി സത്യമാണെന്ന്. അതുകൊണ്ട് എനിക്ക് ഇവരോട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് മാനസികമായിട്ട് യോജിപ്പില്ലായിരുന്നു. പക്ഷേ ഞാൻ നോക്കുമ്പോഴേ ഒരു നേഴ്സ് പോലും ഇല്ലാതെ ഈ ഡോക്ടർ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടണം ഞാൻ കണ്ടത്. തിയേറ്ററിലോട്ട് ഒറ്റയ്ക്ക് പോയി. കാര്യം ആ സമയത്ത് നേഴ്സിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല. 1.5 മണിക്കൂർ ഡോക്ടർ തിയേറ്റർ അടച്ചിട്ടിട്ട് ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്ത്, ഒരു സഹായമില്ലാതെ. അങ്ങനെയുള്ള ഡോക്ടർമാരുണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ. ഞാൻ പിന്നെ അദ്ദേഹത്തെ പ്രത്യേകം പോയി കണ്ട് നന്ദി പറഞ്ഞു. കാര്യം അതെന്തൊരു ഒരു മാനുഷികതയേക്കാൾ ഉയർന്ന ഒരു നിലവാരമുള്ളവർ നമ്മുടെ ആശുപത്രികളുണ്ട്, ഡോക്ടർമാർ, ഗവൺമെൻറ് ആശുപത്രികൾ പ്രത്യേകിച്ച്. അപ്പോൾ ഈ കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്തിട്ട് മലദ്വാരം വെച്ച് പിടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അത്രയും പണി അദ്ദേഹം ചെയ്ത് ഒരു ക്യാവിറ്റി ചേഞ്ച് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണതാണ്. ഈ കുട്ടി മുറി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജോലി കഴിയുമ്പോൾ രാത്രി ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോയി ഞാൻ കൊച്ചിനെ കാണാൻ തൊട്ട് പ്രാർത്ഥിക്കും. കാര്യം പെങ്ങളെ അറിയിച്ചിട്ടില്ല ഈ കുട്ടിക്ക് ഇങ്ങനെയാണെന്നുള്ള കാര്യം. അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ മനോനില തന്നെ മാറിപ്പോകും. അപ്പോഴത് വലിയ വിഷയം അറിയിക്കാതെ തന്നെ അവർ വേറെ ഒരു ബെഡിൽ വേറെ ആശുപത്രിയില്ല. അപ്പോൾ ഈ 21 ദിവസം അങ്ങനെ പോയി. 21 ദിവസം. അപ്പോൾ 21 ദിവസത്തെ പ്രാർത്ഥന ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. 21 ദിവസത്തെ പ്രാർത്ഥന ഞാൻ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, കൊച്ചിൻ്റെ വയറെ തൊട്ട് പ്രാർത്ഥിക്കുന്നത്. 21 ദിവസം കുട്ടി മരിച്ചുപോയി. പക്ഷെ ഞാൻ ദൈവത്തോട് ഒരു കാരണവശാലും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. നിങ്ങളാണെങ്കിൽ വേണമെങ്കിൽ ചില ആൾക്കാർ 6 മാസം പ്രാർത്ഥിക്കാതെ നടക്കും. ഇവിടേക്കാണ് പ്രശ്നം വരുന്നത്. ഇത്രയും പ്രാർത്ഥിച്ചതാണല്ലോ, ഇങ്ങനെ ട്രാജഡിയിലുള്ള കുഞ്ഞായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് കുഞ്ഞിനെ തന്നത്? കുഞ്ഞിനെ കാണിച്ച് കൊതിപ്പിച്ചിട്ട് അവസാനം കൊന്നു കളഞ്ഞല്ലോ എന്ത് വേണമെങ്കിലും ആൾക്കാർക്ക് പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ദൈവത്തോടൊന്നും മിണ്ടരുത്. ഞാൻ അപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി അവിടെ ഇട്ടിട്ട് ഞാൻ പെങ്ങളുടെ ആശുപത്രി വന്ന് രാത്രി വന്നിട്ട് ഇവളോട് പറഞ്ഞ്, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവുകയാണ്. നിനക്ക് ദൈവം ഇതിനേക്കാൾ ഭംഗിയുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരും. ഈ കുഞ്ഞിനെ നീ ദൈവത്തിന് ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സംസാരം കേട്ടപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ തന്നെ ഉള്ളതാണ് അവൾക്ക് എൻ്റെ രീതികൾ അറിയാവുന്നതുകൊണ്ട് അവൾക്ക് മനസ്സിലായി കുഞ്ഞിനെ കർത്താവ് തിരിച്ചെടുത്തെന്ന് മനസ്സിലായി.
അപ്പോൾ അത് കണ്ണു നിറഞ്ഞാണെങ്കിലും അത് എന്നോട് പറഞ്ഞ് ശരി അച്ഛാന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനി ഒരു വർഷത്തേക്ക് പ്രഗ്നൻ്റ് ആകാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇനി ഒരു വർഷത്തേക്ക്, ആ പ്രഗ്നൻസിൻ്റെ കോംപ്ലിക്കേഷനായിരുന്നു, ഇനി ഒരു വർഷത്തേക്ക് പ്രഗ്നൻ്റ് ആകാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി. ആ കുഞ്ഞിനെ കർത്താവ് തന്നു. പിന്നെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റായി. ആ കുഞ്ഞിനെയും കർത്താവ് തന്നു. ഇപ്പം എന്തെങ്കിലും വശകേട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ, എന്തെങ്കിലും വശകേട് ദൈവത്തിനെതിരെ ഒരു നിരാശയെങ്കിലും മതിയാവും. ഒരു നിരാശയെങ്കിലും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സംഭവം നിശബ്ദമായ നിരീശ്വരത്വമാണ് നിരാശയെന്ന് പറയണത്. അതായത് നിങ്ങളത് എഴുതി കിട്ടുമോ മനസ്സിൽ? അടുത്തറിയെന്ന് ഞാൻ പഠിച്ച് പറയണതല്ല, കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്. നിശബ്ദമായ നിരീശ്വരത്വമാണ് നിരാശയെന്ന് പറയണത്. നമ്മളൊന്നും പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നി. കാര്യം മനസ്സിൽ തോന്നുന്നത് പോലും ദൈവം വിശ്വാസമായിട്ടോ അവിശ്വാസമായിട്ടോ രേഖപ്പെടുത്തും. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിൽ തോന്നുന്നത് പോലും ദൈവം വിശ്വാസമായിട്ടോ അവിശ്വാസമായിട്ടോ രേഖപ്പെടുത്തും. കാര്യം ആ രക്തസ്രാവക്കായ രോഗിയുടെ സംഭവമില്ലേ? ഇപ്പോൾ നമ്മൾ 8:40 ഒക്കെ വായിക്കുമ്പോൾ എന്താ പറയണത്? തൻ്റെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, അതായത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ മനസ്സിൽ കരുതിയിരുന്നുവെന്നാണ്. അപ്പോൾ അവളൊന്നും പറയണില്ല, അവിടെ മനസ്സിലുള്ള കരുതലാണ് ശരിക്കും പറഞ്ഞാൽ. അവൻ്റെ വസ്ത്രത്തിലെങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ മനസ്സിൽ ഉള്ളിൽ കരുതിയിരുന്നു. ആ വിശ്വാസത്തെയാണ് ഈശോ വുമൺ യുവർ ഫെയ്ത്ത് ഇസ് സോ ഗ്രേറ്റ് എന്ന് പറയണത്. നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറയണത് പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസത്തെ അല്ല. പറഞ്ഞ മനസ്സിലായ? നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടുള്ള വിശ്വാസത്തെ മാത്രമല്ല വലിയ വിശ്വാസമെന്ന് പറയണത്. വുമൺ യുവർ ദ ഫെയ്ത്ത് ഇസ് സോ ഗ്രേറ്റ് എന്ന് പറയണത്, നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞത് ഒരു പക്ഷേ അധരം കൊണ്ട് പ്രഖ്യാപിക്കാത്ത വിശ്വാസമാണ്. അധരം കൊണ്ട് പ്രഖ്യാപിക്കാത്ത വിശ്വാസം ഹൃദയം കൊണ്ട് പ്രഖ്യാപിച്ച വിശ്വാസമാണ്. അത് പക്ഷേ സ്വരമില്ലാത്ത നിശബ്ദ പ്രഖ്യാപനമാണ്. നിൻ്റെ നിശബ്ദ പ്രഖ്യാപനം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വലിയ വിശ്വാസമാണെങ്കിൽ, നിൻ്റെ നിശബ്ദ നിരാശ ദൈവ തിരുസന്നിധിയിൽ വലിയ അവിശ്വാസവും നിരീശ്വരത്വമാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും.